ധീരജ് വധക്കേസ് പ്രതി നിഖിൽ പൈലിയെ DCC അംഗമാക്കിയതിനെതിരെ CPM കൊലക്കേസ് പ്രതികളെ കോൺഗ്രസ് സംരക്ഷിക്കുന്നുവെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആരോപിച്ചു. പോലീസിൽ നിന്ന് സംരക്ഷണം നേടിയെടുക്കാനാണ് നിഖിൽ പൈലിക്ക് DCC ഭാരവാഹിത്വം നൽകിയതെന്നും CV വർഗീസ് ആരോപിക്കുകയാണ്. ആദ്യം ആ പ്രതികരണം. ഏറ്റവും ഉയർന്ന തലത്തിൽ അധികാരം തങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന ഉദാഹരണമാണ് ഇപ്പോൾ ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരം നിലപാടുകൾ UDF സ്വീകരിക്കുന്നു, കോൺഗ്രസ് സ്വീകരിക്കുന്നത് ശരിയാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ ഒരു വിഭാഗമെങ്കിലും ചിന്തിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഈ കൊലയാളിയായിട്ടുള്ള നിഖിൽ പൈലിയെ ഇനി DCC മെമ്പറാണല്ലോ, അധികാരത്തിരിക്കുകയാണല്ലോ, അധികാരം ഉപയോഗപ്പെടുത്തിയാൽ അയാൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്താം. ആ പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വളരെ കൃത്യമായിട്ട് കാര്യമാണ്. ഞങ്ങൾ നിയമത്തിന് മുമ്പിലൂടെയാണ് സഞ്ചരിക്കുന്നത്, ഞങ്ങൾ നിയമത്തെയാണ് ആശ്രയിക്കുന്നത്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഈ കൊലപാതകം ആസൂത്രിതമാണ് എന്നുള്ളത് തെളിയിക്കപ്പെടും. ഓക്കെ, ഇടുക്കിയിൽ നിന്നും രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ രാഹുൽ. SK ഇന്നലെയാണ് ധീരജ് വധക്കേസിലെ ഒന്നാം പ്രതി നിഖിൽ പൈലിയെ DCC അംഗമാക്കിക്കൊണ്ട് ശുപാർശ ചെയ്തുള്ള കത്ത് CP മാത്യുവിന്റെ DCC പ്രസിഡന്റ് കത്ത് പുറത്തു വരുന്നത്. അതിന് പിന്നാലെയും നിഖിൽ പൈലി തന്നെ താൻ DCC അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് കാണിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റും KPCC പ്രസിഡന്റിനും അതുപോലെ തന്നെ DCC പ്രസിഡന്റിനും K സുധാകരനും ഉൾപ്പെടെ നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിരുന്നു. അതിൽ ഇപ്പോൾ എന്തായാലും രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെ CPMന്റെ പ്രതികരണം വരികയാണ്. വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടാകും. കൊലക്കേസ് പ്രതികളെയെല്ലാം സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഈ ധീരജ് വധക്കേസിലെ പ്രതികളായിട്ടുള്ള 6 പേർക്കും കോൺഗ്രസ് പ്രത്യേക സംരക്ഷണം ഒരുക്കി. ഒന്നെങ്കിൽ പാർട്ടി പദവികളിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ജനപ്രതിനിധികളാക്കി അവരെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ആരോപണം. മാത്രമല്ല, ഇതിൽ ഈ നിഖിൽ പൈലിക്ക് DCC അംഗത്വം കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പോലീസിന്റെ അകമ്പടി അല്ലെങ്കിൽ സംരക്ഷണം നിഖിൽ പൈലിക്ക് നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്നുള്ളതാണ് പ്രധാനമായും ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണം കൂടി. എന്തായാലും ഈ വിഷയത്തിൽ നിഖിൽ നിഖിൽ പൈലിയെ ഇങ്ങനെ സംരക്ഷിക്കുന്നതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ വ്യാപകമായിട്ട് സംഘടിപ്പിക്കുമെന്നുള്ളതാണ് CPM ഇപ്പോൾ എന്തായാലും പറയുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. നിഖിൽ കേസ് കൊലക്കേസിൽ പ്രതിയാണെന്ന് തെളിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതാണ് DCCയുടെ പ്രസിഡന്റായിട്ടുള്ള CP മാത്യു പറയുകയും ചെയ്യുന്നത്. ആ കേസിൽ കുറ്റക്കാരനാണെന്ന് ശിക്ഷിക്കപ്പെടുന്നത് വരെ ഈ നിലയിൽ പോകും എന്നുള്ളതാണ് DCCയുടെ നിലപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.